Provision of professional codes. What are professional codes? It is a guide of principles designed to help professionals conduct business honestly and with integrity. Provisions, expectations, and requirements in ethical matters. Example: Code of Ethics with interpretive statements. American Medical Association Code of Medical Ethics. Code of Profession content is a necessary component to any profession to maintain standard for individuals within that profession. It brings about accountability, responsibility, and trust to individuals. പ്രൊഫഷണൽ കോഡ് പറയുമ്പം ഓരോ പ്രൊഫഷണലിനും ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കോഡാണ് ഈ പ്രൊഫഷണൽ കോഡ്. അത് സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യാൻ ഒരു വ്യക്തിനെ ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ പ്രൊഫഷൻസിൻ്റെ എക്സ്പെക്റ്റേഷനും റിക്വയർമെൻറ്റ്സിനും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പ്രൊഫഷണൽ കോഡിന് എക്സാമ്പിളാണ് കോഡ് ഓഫ് എത്തിക്സ് വിത്ത് ഇൻറ്ററപ്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ കോഡ് ഓഫ് മെഡിക്കൽ എത്തിക്സ്. ഇതൊക്കെ ഇപ്പോൾ ഏത് പ്രൊഫഷണലായാലും അതിൻ്റേതായ ഒരു പ്രൊഫഷണൽ കോഡ് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഓരോ പ്രൊഫഷൻ്റെയും സ്റ്റാൻഡേർഡിനനുസരിച്ച് കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്: ethical codes, also referred to as codes of ethics, differ from code of conduct. Code of ethics governs decision making and code of conduct governs actions, represents two common ways that companies self-regulate. It outlines that ethical principles that govern decisions and behavior at a company or organization, gives general outlines about employee should behave, specific guidance for handling issues such as harassment, safety, and conflict of interest, encompass areas such as business ethics, code of professional practice, and an employee code of conduct. It outlines the mission and values of the business or organization, how professions are supposed to approach problems. ഈ എത്തിക്കൽ കോഡ്സിനെ കോഡ് ഓഫ് എത്തിക്സ് എന്നും പറയും. പക്ഷേ കോഡ് ഓഫ് എത്തിക്സും കോഡ് ഓഫ് കണ്ടൻറ്റും രണ്ടും സെയിം അല്ല. കോഡ് ഓഫ് എത്തിക്സ് പറയുമ്പോൾ അത് ഡിസിഷൻ മേക്കിങ്ങിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എങ്കിൽ കോഡ് ഓഫ് കണ്ടൻറ്റിൽ ആക്ഷൻസ് അല്ലെങ്കിൽ ബിഹേവിയറിനാണ് കൂടുതലായിട്ട് പറയുന്നത്. ഈ എത്തിക്കൽ കോഡിൽ ഓരോ കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം, ഏത് ആക്ഷൻ പ്ലാൻ ഫോളോ ചെയ്യണമെന്ന് കൂടുതലായിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ എത്തിക്കൽ കോഡിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം, ഏത് ആക്ഷൻ പ്ലാൻ ഫോളോ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ഔട്ട്ലൈൻ തരും. അതുപോലെ ഓരോ എംപ്ലോയീസും എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം വന്നാൽ ലൈക്ക് ഹറാസ്മെൻറ്റ്, സേഫ്റ്റി ആൻഡ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെയൊക്കെ വന്നാൽ സ്പെസിഫിക് ഗൈഡൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു പ്രൊഫഷണൽ എങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ അത് ഫേസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. The 5 fundamental principles we should follow are: first one, integrity; second, objectivity; third, professional competence and due care; fourth, confidentiality; 5, professional behavior. First one, integrity. Being straightforward, honest, and truthful in all professional and business relationships should not be associated with any information that you believe contains a materially false or misleading statement. ഏതൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് റിലേഷൻഷിപ്പിൽ നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം, ട്രൂത്ത്ഫുൾ ആയിരിക്കണം. നമ്മൾ ഒരിക്കലും ഒരു തെറ്റായ തീരുമാനം എടുക്കാനോ അത് ഫോളോ ചെയ്യാനോ പാടില്ല. Second, objectivity, not allowing bias, conflict of interest or the influence of other people to override your professional judgment. നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം, അതായത് ഒരു പ്രൊഫഷണൽ എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ വേറൊരാളെ ഒപ്പീനിയൻ നോക്കിയിട്ട് അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒരു പ്രൊഫഷണൽ ജഡ്ജ്മെൻ്റ് ആയിരിക്കണം, അതായത് ഡിസിഷൻ ആയിരിക്കണം ഒരു ഫൈനൽ ഡിസിഷനായിട്ട് വരേണ്ടത്. തേർഡ്, professional competence and due care, an ongoing commitment to your level of professional knowledge and skill. Those working under your authority must also have the appropriate training and authority.
Third, professional competence and due care, an ongoing commitment to your level of professional knowledge and skill. Those working under your authority must also have the appropriate training and authority. അതായത് നമ്മളെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും നോളജും സ്കില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഫോർത്ത് വൺ confidentiality. Should not disclose professional information unless you have specific permission or legal or professional duty to do that. അതായത് ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനെ കുറിച്ച് അനുവാദം ഇല്ലാണ്ട് നമ്മൾ പുറത്ത് പറയാൻ പാടില്ല. നമുക്കൊരു റൈറ്റ്സ് ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് പുറത്ത് പറയാൻ പാടില്ല. ആൻഡ് ഫിഫ്ത്ത് വൺ, പ്രൊഫഷണൽ ബിഹേവിയർ. Comply with relevant laws and regulation. Avoid any action that could negatively affect the reputation of the profession. നമുക്ക് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഏതൊരു ആക്ഷനും നമുക്ക് അവോയ്ഡ് ചെയ്യണം. അല്ലാണ്ട് നമ്മളെ പ്രൊഫഷനെ അഫക്റ്റ് ചെയ്യുന്നൊരു ആക്ഷൻ നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് വൺ, ത്രെഡ്സ്. Code identifies 5 categories of common threats to the 5 principles. First one, self-interest threats, inappropriately influence judgment or behavior. Second, self-review threats, when you are required to evaluate the results of a previous service. Third, advocacy threats, arising if promoting a position or opinion to the point that your subsequent objectivity is compromised. Fifth one, intimidation threat, when you are deterred from acting objectively by actual or perceived pressure or influence. സെൽഫ് ഇൻട്രസ്റ്റ് ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജഡ്ജ്മെൻറ്റിനെയും ബിഹേവിയറിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. എന്നാൽ സെൽഫ് റിവ്യൂ ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്തൊരു സർവീസിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ത്രെഡ്സാണ്. ആൻഡ് പിന്നെ ഫെമിലിയാരിറ്റി ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായത് കൊണ്ട്, അതായത് നമ്മളൊരു ക്ലോസ് റിലേഷൻഷിപ്പ് കാരണം നമ്മളെടുത്ത പ്രൊഫഷണൽ ഡിസിഷനെ ജഡ്ജ്മെൻറ്റിനെ നമ്മൾ ഫെമിലിയാരിറ്റി ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് കാരണം നമ്മളെടുത്ത പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റിനെ കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നതിനെയാണ് ഫെമിലിയാരിറ്റി ത്രെഡ്സ് എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് വൺ, നമ്മൾ ഇൻറ്റിമിഡേഷൻ ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ്ഡായിട്ട്, അതായത് പ്രഷർ കാരണം നമ്മളെടുത്ത തീരുമാനങ്ങളെ നമ്മൾ പിന്മാറാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുന്നതിനെയാണ് ഇൻറ്റിമിഡേഷൻ ത്രെഡ്സ് എന്ന് പറയുന്നത്. Professional bodies. Professional bodies are organizations whose members are individual professionals. In some professions, it is compulsory to be a member of the professional body. In other, it is not. Not all professional bodies have regulatory functions. In some professions, it is necessary to be registered with the regulator, but not the professional body, who may provide a set of service to their professional members without regulating them. Many professional bodies are involved in the development and monitoring of professional education programs and the updating of skills, and thus perform professional certification to indicate that a person possesses qualification in the subject area. Sometimes membership of professional bodies is synonymous with certification, though not allows. Membership of professional body as a legal requirement can in some professions from the primary form a basis for gaining entry to the and setting up practice with the profession. പ്രൊഫഷണൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ തന്നെയാണ്. അതിലുണ്ടാകുന്ന ഓരോ വ്യക്തിയും ഓരോ പ്രൊഫഷൻസാണ്. ചില പ്രൊഫഷനിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷണൽ ബോഡിയിൽ നമ്മൾ അംഗമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ചിലതിൽ തീർച്ചയായും നമ്മളൊരു പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർ ആയിരിക്കണം. അതുപോലെ തന്നെ ചില പ്രൊഫഷണൽ ബോഡീസിൽ റെഗുലേറ്ററി ഫങ്ഷൻസ് ഒന്നുമില്ല. പക്ഷേ ചില പ്രൊഫഷണൽ ബോഡീസിൽ ഇങ്ങനെ ഫങ്ഷൻസൊക്കെ ഉണ്ട്. അതുപോലെ ഒരുപാട് പ്രൊഫഷണൽ ബോഡീസ് ഈ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനെ ഡെവലപ്പ് ചെയ്യുകയും മോണിറ്റർ ചെയ്തും ഓരോരോ വ്യക്തിയുടെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ട് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഓരോ വ്യക്തിയെയും പെർട്ടിക്കുലർ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ചെന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. The professional body may have a number of
of function. They may set and assess professional examination, provide support for continuing professional development through learning opportunities and tools for recording and planning, publish professional journals or magazines, provide network for professionals to meet and discuss their field of expertise, issue a code of conduct to guide professional behavior. ഒരു പ്രൊഫഷണൽ ബോഡിക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ എക്സാമിനേഷൻ സെറ്റ് ചെയ്യുക, അസസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കുക, അതായത് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസും ടൂൾസൊക്കെ കൊടുത്ത് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ പബ്ലിഷ് പ്രൊഫഷണൽ ജേർണൽസ് ആൻഡ് മാഗസീൻസ്, ഇത് പ്രൊഫഷണൽ ജേർണൽസും മാഗസീൻസൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് കുറേ അറിവുണ്ടാക്കി കൊടുക്കുക. പിന്നെ പ്രൊഫഷണൽസ് തമ്മിൽ മീറ്റ് ചെയ്യാനും അവരുടെ ഐഡിയാസ് ഡിസ്കസ് ചെയ്യാനും എക്സ്പീരിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ഒക്കെ ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു കോഡ് ഉണ്ടാക്കുക, അതിന് പ്രൊഫഷണൽ ബിഹേവിയർ ഗൈഡ് ചെയ്യുന്ന ഒരു കോഡ് ഉണ്ടാക്കുക. സ്ട്രക്ചർ ഓഫ് പ്രൊഫഷണൽ ബോഡീസ്. Membership and employer engagement cultivates and maintains relationship with members, both individual and corporate, also acting as a contact point for queries. Second, professional bodies that have been granted a royal charter are responsible to the Privy Council for ensuring that their activities are in accordance with the charter's objectives. All members of those bodies are expected to operate to a strict code of conduct with disciplinary procedures in place for misdemeanors. Third, education, training and CPD works with education establishment and training providers to offer existing education, training and CPD works with education establishments and training providers to offer existing and potential members appropriate qualifications, training and professional development. Fourth, policy and public affairs engage with government and other relevant stakeholders to inform policy that balance the interests of the industry, their profession and the public. 5. Research and knowledge publishes research and shares knowledge to a wide range of stakeholders, including policy makers and professionals both inside and outside the industry. 6. International relationship and affiliations cooperates globally with members and organizations to provide their respective industry and profession. Overseas members as well as partnerships and affiliations provide crucial insight on the international market, such as differing legislation and standards. മെമ്പർഷിപ്പ് ആൻഡ് എംപ്ലോയർ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ മെമ്പേഴ്സ് തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സ് ക്വസ്റ്റ്യൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ഒരു കോണ്ടാക്ട് പോയിൻറ്റ്, ശരിക്കും ഒരു മെമ്പേഴ്സ് തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ലീഗൽ ആൻഡ് ഗവർണൻസ് എന്ന് പറയുമ്പോൾ ഇതിലുള്ള ഓരോ മെമ്പേഴ്സും ഒരു കോഡ് കറക്റ്റ് ഫോളോ ചെയ്തിട്ട് വേണം ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആൻഡ് CPD എന്ന് പറയുമ്പോൾ വർക്കേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരെ ട്രെയിൻ ചെയ്യുക, ഒരു പ്രൊഫഷണലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പോളിസീസ് ആൻഡ് പബ്ലിക് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റും ഈ സ്റ്റോക്ക് ഹോൾഡേഴ്സ് എല്ലാം ചേർന്നിട്ട് പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, കൊണ്ടുവരിക. റിസർച്ച് ആൻഡ് നോളജ് എന്ന് പറയുമ്പോൾ നമുക്കുള്ള നോളജ് എല്ലാവർക്കും, അത് ഇൻസൈഡ് ആയാലും ഔട്ട്സൈഡ് ദ ഇൻഡസ്ട്രിയിൽ മൊത്തം പ്രൊഫഷണൽസിന് നമ്മളെ നോളജ് ഷെയർ ചെയ്യുന്നതാണ്. റോൾ ഓഫ് പ്രൊഫഷണൽ ബോഡീസ് ഇൻ പ്രൊഡക്ടിവിറ്റി. Professional bodies play a major role in improving productivity within their respective industry. The impact of their role may be direct through increasing the capabilities of the workforce and management by promoting best practice and sharing the latest advancement. This increases the human capital within the economy. It may also be indirect through increasing trust, reducing uncertainty and transaction costs. Role of professional bodies in productivity. Professional bodies play a major role in improving productivity in their respective industry. The impact of their role may be direct through increasing the capabilities of the workforce and management by promoting
best practice and sharing at least advancements. This increases the human capital within the economy. It may also be indirect through increasing trust, reducing uncertainty and transaction costs. ഒരു ഇൻഡസ്ട്രീൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രൊഫഷണൽ ബോഡീസ് ഒരു മേജർ ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. അതിൽ ഡയറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ വർക്ക് ഫോഴ്സിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബെസ്റ്റ് പ്രാക്ടീസൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട്, ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ട് ബൈ റെഡ്യൂസിങ് അൺസർട്ടനിറ്റി ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. Role of professional bodies in social mobility. The role that professional bodies play within social mobility is complex. Their role to set standards by its very nature inhibits access to the unqualified, but their role to promote education, career choice, and to widen membership routes both open up and propels the careers of all. Balancing these two roles can lead to tension, but it is important to observe that many other aspects associated with social mobility are not necessarily able to be influenced by professional bodies. Instead, social mobility mobility പ്രൊഫഷണൽ ബോഡീസിന് ഈ സോഷ്യൽ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ കോംപ്ലക്സ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ കുറേ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തിട്ട് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക, കാരിയർ ചോയ്സ്, വൈഡൻ മെമ്പർഷിപ്പ് റോഡ്സൊക്കെ വൈഡൻ ചെയ്ത് എല്ലാവരും കാരിയറിനെ ഇമ്പ്രൂവ് ചെയ്യുക, ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. Role of professional bodies in setting and policing standards of behavior. Professional bodies are critical in setting and policing standards of behavior. Central to their mission is the creation of a group of professionals that can be trusted to deliver well and to deliver true to high standards that are acceptable socially, economically, and ethically. Their connections and value within an industry can help to understand the issue, learn against wrongdoing, provide support for those who are unwilling being drawn into unacceptable behavior, and discipline those who transagree. List of construction industry professional bodies. Association for Project Management APM, Association for the Safety APS, British Institute of Facility Management BIFM, British Institute of Interior Design BIID, Chartered Association of Building Engineers CABE, Chartered Institute of Architectural Technologies CIAT, Chartered Institute of Building Service Engineers CIBSE, Chartered Industry of Housing CIH, Chartered Institution of Highways and Transportation CIHT, Chartered Institute of Building CIOB, Chartered Institute of Pumping and Heating Engineering CIPHE, Chartered Institution of Highways and Transportation CIHT, Chartered Institute of Building CIOB, Chartered Institute of Pumping and Heating Engineering CIPHE, Institution of Civil Engineers ICE, Chartered Institution of Civil Engineering Surveyors ICES, Institute of Clerks of Works and Construction Inspectorate ICWCI, Institution of Demolition Engineers IDE, Institution of Specialist Surveyors and Engineers ISSE, Institution of Medical Engineers IMECE, Institution of Structural Engineers ISTRUCE.